ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ തെർമോഡൈനാമിക്സ് സെഷൻ്റെ ഓൾമോസ്റ്റ് അല്ല അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ വരികയാണ്. തെർമോ കെമിസ്ട്രി സെഷൻ നമ്പർ 2. ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് തെർമോ കെമിസ്ട്രീനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളത് സോൾവ് ചെയ്യാൻ നമ്മൾ മൈൻഡിൽ എങ്ങനെയാണ് പ്രിപ്പയർ ആവേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാം. എന്തായാലും തെർമോഡൈനാമിക്സ് ആൻഡ് തെർമോ കെമിസ്ട്രി ഇന്ന് നമ്മൾ ഖലാസ് ഖതം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ എന്നാണ് നമ്മൾ ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹാലോ ആൽക്കൻ ഹാലോ വെരിൻസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും വാം വെൽക്കം ഓൾ ഓഫ് യു ഗൈസ് ടു ദ വേദാന്തു മലയാളം ചാനൽ ആൻഡ് നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഭയങ്കര ലോങ് സെഷനൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഐഡിയാസ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പഠിക്കുന്ന ഒരു സെഷനാണ് ഇരിക്കും ഇത്. ലൈക്ക് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചധികം ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഇനി ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ പേര് ഹെമിൻ റോയ്, നിങ്ങളുടെ കെമിസ്ട്രി മാസ്റ്റർ ടീച്ചറാണ് വേദാന്തൂർ. ഓൾമോസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിനൊക്കെ ജെയ്ക്കും നീറ്റിനൊക്കെ ഉണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ അധികം സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസിനെ IITയിലും NITയിലും AFMSയിലും എയിംസിലും ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷത്തെ എൻ്റെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളിലാണ്. നിങ്ങൾ ഫുൾ പവർ ആണെന്ന് എനിക്കറിയാം. എന്തായാലും അടുത്ത വർഷം നിങ്ങൾ റാങ്ക് അടിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. പിന്നെ അതല്ലാണ്ട് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഗേറ്റ് എക്സാം എഴുതിയായിരുന്നു 2020 ഒരു ഓൾ ഇന്ത്യ റാങ്ക് 315 എന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ PSUയിലേക്കും ബാബ ആട്ടോമിക് റിസർച്ച് സെൻറ്ററിലേക്കും പിന്നെ ഒക്കെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് കറൻ്റ്ലി എനിക്ക് ഏത് IITയിലേക്കോ NITയിലേക്കോ എൻ്റെ ഫർദർ എഡ്യൂക്കേഷന് വേണ്ടി പോവാം. പക്ഷേ ഔട്ട് ഓഫ് ഓൾ ദിസ് തിങ്സ് ഐ ചോസ് ടു ബി എ ടീച്ചർ. സോ ടീച്ചർ ബൈ പാഷൻ, ടീച്ചർ ബൈ പ്രൊഫഷൻ, പ്രൗഡ്ലി മാസ്റ്റർ ടീച്ചർ ബൈ ചോയ്സ് ഫ്രം വേദാന്തു. എന്തായാലും പിന്നെ ഇതെല്ലാം ടീച്ചിങ് അല്ലാണ്ട് കുറച്ചിങ്ങനെ ട്രാവലിങ്ങും കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും വഴി നമുക്ക് കൂടുതൽ പരിചയപ്പെടാം മക്കളെ. നമ്മൾ ലൈവ് സെഷൻ ഇനി അടുത്ത ആഴ്ച തുടങ്ങി മിക്കവാറും നമ്മൾ ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാനും എന്താ പറയുക കുറച്ച് തമാശയാക്കാനൊക്കെ ടൈം എന്തായാലും കിട്ടും. ഓക്കെ, എന്തായാലും നമുക്ക് ലൈവ് സെഷനിലേക്ക് വരാം. ഈ ഒരു സെഷൻ ലാസ്റ്റ് സെഷനാണ് തെർമോഡൈനാമിക്സിൻ്റെ. എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കടക്കാം. എന്താ ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ പറയാൻ പോവാണ്. പക്ഷേ അതിന് മുന്നേ മക്കളെ, ഇനി ആരെങ്കിലും നമ്മുടെ ഈ വേദാന്തു മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ എന്താ പറയുക ടോപ്പിക്സ് ഒക്കെ ഈസി ആയിട്ട്, എസ്പെഷ്യലി തെർമോഡൈനാമിക്സ് മാതിരിയുള്ള ഒരു ടഫർ ചാപ്റ്റർ ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്കൊക്കെ ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു തെർമോ കെമിസ്ട്രി ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ വീഡിയോയും ഇതിന് മുമ്പത്തെ വീഡിയോയും നിങ്ങൾ തിരിച്ചു വന്ന് റെഫർ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ലൈക്ക് ബട്ടൺ ഞെക്കി വെച്ചേക്കുക. എന്തായാലും നിങ്ങൾ തിരിച്ചു വന്ന ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ വീഡിയോ കൂടെ പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എന്തായാലും ഒരിക്കൽ കൂടെ വേദാന്തു മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും വാം വെൽക്കം. നമുക്ക് തുടങ്ങാം. എന്നാൽ റെഡിയാണോ എല്ലാവരും? ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തെർമോ കെമിസ്ട്രിയുടെ ഫൈനൽ ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഐഡിയാസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. സോ ലെറ്റ് സ്റ്റാർട്ട്. തെർമോ കെമിസ്ട്രിയിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ തെർമോ കെമിസ്ട്രിയിൽ 2 ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ഓഫ് റിയാക്ഷൻസ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയയിലാണ് അല്ലേ. ദ എമൗണ്ട് ഓഫ് എനർജി ഇന്റർചേഞ്ച്ഡ് വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഇൻ ദിയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് അലോട്രോപ്സ്. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹീറ്റ് ഓഫ് റിയാക്ഷനിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്നുള്ള ഐഡിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ. കുറേ ആൾക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് അധികം വേറെ ഹീറ്റ് ഓഫ് റിയാക്ഷൻസ്. അപ്പോൾ നമ്മളത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മാത്രമാണ് നമ്മളന്ന് കൺസിഡർ ചെയ്തത്. റിയാക്ഷനിൽ ഫോർമേഷൻ റിയാക്ഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. വേറെ പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഹൈഡ്രജനേഷൻ റിയാക്ഷൻ ഉണ്ട്, കമ്പഷൻ റിയാക്ഷൻ ഉണ്ട്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഉണ്ട്, പിന്നെ എന്താ പറയുക ബോണ്ട് എനർജി ടൈപ്പ് ഓഫ് എൻതാൽപ്പി ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് എൻതാൽപ്പീസ് നമുക്ക് ഇന്ന് ഡീൽ ചെയ്യാനുണ്ട്, ഇന്ന് പഠിക്കാനുണ്ട്. പക്ഷേ എല്ലാം സിമ്പിളായിട്ടുള്ള ഐഡിയാസാണ്. നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്താൽ അതിങ്ങൾ ശ്രദ്ധിച്ച് കോൺസെപ്റ്റൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം നമ്മുടെ ചാറ്റ് ബോക്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റിലേക്ക് ഇട്ടാൽ മതി. ഞാൻ വന്ന് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നേരെ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടേക്ക് കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ആദ്യത്തെ കേസ് ഹീറ്റ് ഓഫ് കമ്പഷൻ. എന്താണ് ഹീറ്റ് ഓഫ് കമ്പഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ടാവും. ഒന്നുകിൽ എക്സോതെർമിക് അല്ലെങ്കിൽ എൻഡോതെർമിക്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് ഹീറ്റ്
ഇൻടേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു എൻഡോതെർമിക് പ്രോസസ് ആണെന്ന് പറയാം. അതേസമയം ഹീറ്റ് റിലീസ് ആവുന്ന ഒരു പ്രോസസ്സ് ആണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയും? എക്സോതെർമിക് പ്രോസസ് എന്ന് പറയാം. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കമ്പഷൻ ഈസ് ഓൾവേസ് എക്സോതെർമിക് അല്ലേ? കമ്പഷൻ ഈസ് ഓൾവേസ് എക്സോതെർമിക്. അപ്പോൾ എന്താണ് ഹീറ്റ് ഓഫ് കമ്പഷൻ മക്കളെ? ഞാൻ സിമ്പിളായിട്ടൊരു റിയാക്ഷൻ എഴുതി കാണിച്ചു തരാം. അതിനകത്ത് നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ കാർബൺ കമ്പസ്റ്റ് ചെയ്യുന്ന രീതിയിൽ എടുത്തു, C+O2 ഗിവിങ് CO2. ഇവിടെ ഞാൻ എഴുതുകയാണ് കാർബണിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് സോളിഡ് ആണ്. അപ്പോൾ ഞാൻ സോളിഡ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഓക്സിജൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ. ഇവിടെ നോക്കിയാൽ കാർബൺ കമ്പസ്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രോസസ്സിൽ എനിക്കറിയാം എന്തായാലും ΔH വാല്യൂ വിൽ ബി നെഗറ്റീവ്, കാരണം ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. എക്സോതെർമിക് പ്രോസസ്സിൽ ΔH വിൽ ബി വാട്ട്? നെഗറ്റീവ്. നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഹീറ്റ് ഓഫ് കമ്പഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, നമ്മളത് സ്റ്റാൻഡേർഡ് ഹീറ്റ് ഓഫ് കമ്പഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രഷർ ആയിരിക്കും എടുക്കുക, പിന്നെ 1 mole ഓഫ് സബ്സ്റ്റൻസ് ആയിരിക്കും നമ്മൾ എടുക്കുക. 1 mole ഓഫ് സബ്സ്റ്റൻസ് ഗെറ്റിംഗ് കമ്പസ്റ്റഡ്, ആ രീതിയിൽ നമ്മൾ എടുക്കുക. ഹീറ്റ് ഓഫ് കമ്പഷൻ്റെ ഡെഫിനിഷൻ വരുമ്പോൾ നോക്കിയേ, എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഓർ കമ്പസ്റ്റഡ് ഓർ ഓക്സിഡൈസ്ഡ് ഇൻ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ട് നമ്മളിവിടെ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത്? ശ്രദ്ധിച്ച മക്കളെ, ഇവിടെ ഇൻ കേസ് നമ്മൾ ഓക്സിജൻ കുറച്ച് കുറവാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ കുറേയൊന്നും എടുക്കുന്നില്ല, ഓക്സിജൻ ഈസ് എ ലിറ്റിൽ ബിറ്റ് ഷോർട്ടേജ്, കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഓക്സിജൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ കാർബൺ കമ്പസ്റ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ അല്ലേ? പക്ഷേ ഇവിടെ ഓക്സിജൻ സഫീഷ്യൻ്റ് അല്ലെങ്കിൽ ഓക്സിജൻ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ എന്താ പറയുക? കാർബൺ കമ്പസ്റ്റ് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് ഇതൊരു കംപ്ലീറ്റ് കമ്പഷൻ അല്ല അല്ലേ? കാർബൺ മോണോക്സൈഡ് അല്ല കംപ്ലീറ്റ് കമ്പഷൻ പ്രൊഡക്റ്റ്. കാർബണിൻ്റെ കംപ്ലീറ്റ് കമ്പഷൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ബോണ്ട് ഓർ കംപ്ലീറ്റ്ലി കമ്പസ്റ്റഡ് ഓർ ഓക്സിഡൈസ്ഡ് ഇൻ എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞ ഹീറ്റ് ഓഫ് കമ്പഷൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഹീറ്റ് ഓഫ് കമ്പഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഒരു മോൾ ഓഫ് എ സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് കമ്പഷൻ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഓക്സിജൻ ഈസ് ഇൻ എക്സസ് ക്വാണ്ടിറ്റി. ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ടു എൻഷുർ ദാറ്റ് കംപ്ലീറ്റ് കമ്പഷൻ ഈസ് ഹാപ്പനിങ്. കംപ്ലീറ്റ് കമ്പഷൻ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സസ് ഓക്സിജൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് വെൻ 1 mole ഓഫ് സബ്സ്റ്റൻസ് ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഓർ ഓക്സിഡൈസ്ഡ് ഇൻ എക്സസ് ഓഫ് ഓക്സിജൻ ഈസ് വാട്ട് വി കോൾ ആസ് ഹീറ്റ് ഓഫ് കമ്പഷൻ. ഓക്കെ, ആൻഡ് എപ്പോഴും ഹീറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറഞ്ഞ വാല്യൂ എപ്പോഴും ജനറലി നെഗറ്റീവ് ആയിരിക്കും, കാരണം ഇതൊരു എക്സോതെർമിക് പ്രോസസ് ആണെന്നുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മൾ സെയിം കാര്യം തന്നെയാണ് എഴുതിയേക്കുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഗ്രാഫൈറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡയമണ്ട് എടുക്കാത്തത്? ഡയമണ്ട് കമ്പസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? അല്ല, നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് അലോട്രപ്പാണ് എടുക്കുന്നത്. ഇപ്പോൾ 1 mole ഓഫ് ഗ്രാഫൈറ്റ് ഗെറ്റിംഗ് കമ്പസ്റ്റഡ് ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളിത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, ΔH കമ്പഷൻ. സംടൈംസ് നമ്മൾ ΔCH എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ, C ഫോർ കമ്പഷൻ. അപ്പോൾ ഇതാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അപ്പം നമുക്ക് വെറൈറ്റീസ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഫോർമേഷൻ റിയാക്ഷൻസ് ഉണ്ട്, അയോണൈസേഷൻ റിയാക്ഷൻ ഉണ്ട്, കമ്പഷൻ ഉണ്ട്, ന്യൂട്രലൈസേഷൻ ഉണ്ട്, ഹൈഡ്രജനേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് റിയാക്ഷനും നമുക്ക് എൻതാൽപ്പി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ റിയാക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് 1 mole ഓഫ് സബ്സ്റ്റൻസ് അണ്ടർഗോയിങ് കംപ്ലീറ്റ് കമ്പഷൻ ഇൻ പ്രസൻസ് ഓഫ് എക്സസ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. ആ സമയത്തിൽ എത്രത്തോളം ഹീറ്റ് അബ്സോർബോ റിലീസോ ആവുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം, ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ. എന്താണ് മക്കളെ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ആസിഡും അല്ലെങ്കിൽ ഒരു ബേസും ന്യൂട്രലൈസ് ചെയ്യും അല്ലെ? ആസിഡ് ആൻഡ് ബേസ് റിയാക്ഷനാണ് നമ്മൾ ജനറലി എന്ത് പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെയിം രീതിയിൽ തന്നെയാണ് മക്കളെ, ഞാൻ കാണിച്ചുതരാം. നോക്കിയേ, ഇവിടെ ഒരു HCl NaOH ആയിട്ട് ന്യൂട്രലൈസ് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന പ്രോസസ്സ്. ഇതിനാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ? ഒരു മോൾ ഓഫ് ആസിഡും അല്ലെങ്കിൽ ഒരു ഇക്വലൻ്റ് ഓഫ് H+ അയോൺ, 1 equivalent of OH- അയോൺ ഗെറ്റിംഗ് കമ്പൈൻഡ്
ഫോമിങ് സോൾട്ട് ആൻഡ് വാട്ടർ. 1 ഇക്വലൻ്റ് ആസിഡും 1 ഇക്വലൻ്റ് ബേസും കമ്പൈൻ ചെയ്ത് ന്യൂട്രലൈസ് ആയി കഴിയുമ്പോൾ എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ 1 ഇക്വലൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 1 ഇക്വലൻ്റ് ഓഫ് ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 1 ഇക്വലൻ്റ് ഓഫ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് H പ്ലസ് അയോൺ. ഓക്കെ, ന്യൂട്രലൈസ്ഡ് ബൈ 1 ഇക്വലൻ്റ് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മോൾ ഓഫ് OH മൈനസ് അയോൺ. ഇവിടെ നോക്കിയേ, 1 HCl 1 NaOH. ഇപ്പം ഇതിനകത്തുനിന്ന് 1 മോൾ ഓഫ് H പ്ലസ് അയോൺസ് പ്രൊഡ്യൂസ് ആവും. അതുപോലെ തന്നെ ഹിയർ 1 മോൾ ഓഫ് NaOH നിന്ന് 1 മോൾ ഓഫ് OH മൈനസ് അയോൺ റിലീസ് ആവും. അത് തമ്മിൽ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ വേറൊരു കാര്യം എൻഷുർ ചെയ്യണം, ആസിഡ് ആൻഡ് ബേസ് ഷുഡ് ബി സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. അതെന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും എടുക്കുന്നത്? എന്താ, വീക്ക് ആയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വീക്ക് ആയെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സ്ട്രോങ് ആകുമ്പോൾ കംപ്ലീറ്റ് അയോണൈസേഷൻ ഉണ്ടാവും. വീക്ക് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണെങ്കിൽ കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കില്ല. കംപ്ലീറ്റ് അയോണൈസേഷൻ ഓഫ് H പ്ലസ് അയോൺ ഉണ്ടാവില്ല, കംപ്ലീറ്റ് അയോണൈസേഷൻ ഓഫ് OH മൈനസ് ഉണ്ടാവില്ല, അപ്പോൾ കംപ്ലീറ്റ് ന്യൂട്രലൈസേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, 1 മോൾ ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് 1 മോൾ ഓഫ് സ്ട്രോങ് ബേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോളിന് പകരം ഈക്വലൻ്റ് ടേം യൂസ് ചെയ്യുന്നതാണ്. അതാണ് കുറച്ചുകൂടെ പ്രിസൈസ്. സോ 1 ഇക്വലൻ്റ് ഓഫ് ആൻ ആസിഡ്, 1 ഇക്വലൻ്റ് ഓഫ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് H പ്ലസ് അയോൺ. ഓക്കെ, കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ്ഡ് ബൈ 1 ഇക്വലൻ്റ് ഓഫ് എ ബേസ്. 1 ഇക്വലൻ്റ് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് OH മൈനസ് അയോൺ. ഓക്കെ, ഈ ഈക്വലൻ്റ് കോൺസെപ്റ്റ് നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഈക്വലൻ്റ് കോൺസെപ്റ്റ് നമുക്ക് റിഡോക്സ് റിയാക്ഷൻ ടോപ്പിക് കൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടോ. ആരെങ്കിലും ഈക്വലൻ്റ് കോൺസെപ്റ്റ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ വീഡിയോസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്ക് കൂടെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈക്വലൻ്റ് കോൺസെപ്റ്റ് എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ 1 ഇക്വലൻ്റ് ഓഫ് ആൻ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് ആസിഡ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് 1 മോൾ ഓഫ് H പ്ലസ് അയോൺ. 1 ഇക്വലൻ്റ് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് ബേസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് 1 മോൾ ഓഫ് OH മൈനസ് അയോൺ. ഇവിടെ HCl 1 മോൾ ഓഫ് HCl വിൽ പ്രൊഡ്യൂസ് 1 മോൾ ഓഫ് H പ്ലസ് അയോൺ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 1 ഇക്വലൻ്റ് ഓഫ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, 1 ഇക്വലൻ്റ് ഓഫ് H പ്ലസ് അയോൺ, അതുപോലെ 1 ഇക്വലൻ്റ് ഓഫ് ബേസ്. നമ്മൾ ഈ ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്? റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ അടുത്ത റിയാക്ഷനിലേക്ക് പോകാം മക്കളെ. അടുത്തത് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ. ഹൈഡ്രജനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ലോവർ സ്റ്റാൻഡേർഡിൽ തുടങ്ങി ഓർഗാനിക് കെമിസ്ട്രിയിൽ പലതവണ കണ്ടുവരുന്ന ഒരു റിയാക്ഷൻ അല്ലേ, ഹൈഡ്രജനേഷൻ റിയാക്ഷൻ. ആൽക്കീൻസും ആൽക്കൈൻസും ഒക്കെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ. ഏത് കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നിക്കലോ പലേഡിയോ പ്ലാറ്റിനോ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രജനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൽക്കീനും ആൽക്കൈനും ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ആവും? ആൽക്കൈനായിട്ട് കൺവേർട്ട് ആവും. ഇൻ സിമ്പിൾ ടേംസ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബൺ സാച്ചുറേറ്റഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. അതും ഒരു എനർജി ഇൻ്റർചേഞ്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സോ ഓക്കെ, എക്സാമ്പിൾസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ 1 മോൾ ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എടുക്കുക. ഇവിടെ C2H2 എടുത്തേക്കുന്ന അസെറ്റ്ലീൻ, അതായത് CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതിനകത്ത് നമ്മൾ 2 യൂണിറ്റ് ഹൈഡ്രജൻ ആഡ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻസോ ഇതിൻ്റെ ഓൾട്ടറേഷൻസോ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറ്റുന്നത് നോക്കിയേ, ഈ ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഒക്കെ കൺവേർട്ട് ആയിട്ട് സിംഗിൾ ബോണ്ടായിട്ട് കൺവേർട്ട് ആവും. അല്ലെങ്കിൽ ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ആവുന്നു. അങ്ങനെ 1 മോൾ ഓഫ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഹൈഡ്രജനേഷൻ നടത്തിയിട്ട് എക്സസ് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ആ ഹൈഡ്രജനേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം ഹീറ്റ് റിലീസ് ആവുന്നു, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, ദ ഹീറ്റ് ഇവോൾവ് ഡ്യൂറിങ് ദ കംപ്ലീറ്റ് ഹൈഡ്രജനേഷൻ ഓഫ് 1 mole of unsaturated organic compound into which saturated compound is called heat of hydrogenation. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇനി അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അത് ആൽക്കീൻ ആവാം, ആൽക്കൈൻ ആവാം, ചിലപ്പോൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒരുമിച്ചുണ്ടാവാം, ചിലപ്പോൾ ബെൻസീൻ റിംഗ് ഉണ്ടാവാം, ഏതെങ്കിലും ആയിക്കോട്ടെ. 1 mole of unsaturated organic compound
getting converted into saturated organic compound by hydrogenation. ഹൈഡ്രജനേഷൻ നടത്തിയിട്ട് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിനെ നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ഹീറ്റ് റിലീസ് ആവുന്നു, ഇതിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ്റെ ഐഡിയ ഏറെക്കുറെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ. എന്താണ് ആറ്റമൈസേഷൻ? നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ. ഇവിടെ നമുക്ക് രണ്ട് ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്. ഈ ഹൈഡ്രജനെ നമ്മൾ രണ്ടും ബ്രേക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഹൈഡ്രജൻ ആറ്റമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, അത് ആറ്റമൈസ് ചെയ്തു. ഒരു മോളിക്യൂളിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ദാറ്റ് ടു ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് ദി എലമെൻറ്റ് ആഫ്റ്റർ ആറ്റമൈസേഷൻ, ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ ആറ്റമൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ആറ്റം ഗേഷ്യസ് സ്റ്റേറ്റിൽ പ്രസൻ്റ് ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആറ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എനർജി ഇൻവോൾവ് ആകുന്നു, അതിനാണ് ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ H2O എടുക്കാം, വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിനെ ആറ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് പ്ലസ് ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടാവും ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. കംപ്ലീറ്റ് ആയിട്ട് ആറ്റമൈസ് ചെയ്യുക, ഒരു മോളിക്യൂളിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആറ്റമൈസ് ചെയ്യുക. ആ ടൈമിൽ എത്രത്തോളം എനർജീൻ്റെ ആവശ്യമുണ്ട്, എത്രത്തോളം എനർജി ഇൻവോൾവ് ആവുന്നുണ്ട്, എത്രത്തോളം എനർജി ഇൻ്റർചേഞ്ച് ആവുന്നുണ്ട്, ഇതിനാണ് നമ്മൾ ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത് ഫോർ 1 mole ഓഫ് സബ്സ്റ്റൻസ്. നമ്മുടെ ഡെഫിനിഷൻ നോക്കാവോ നമുക്ക്? നോക്കിയോ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ഡിസോസിയേറ്റ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ടു ദ ഗേഷ്യസ് ആറ്റം ഈസ് കോൾഡ് ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ. നമ്മൾ 1 mole ഓഫ് സബ്സ്റ്റൻസ് എടുത്തിട്ട് അത് എന്ത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ചിലപ്പം ക്ലോറിൻ ആവാം, ഹൈഡ്രജൻ ആവാം, വാട്ടർ ആവാം, എന്തും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കോമ്പൗണ്ട്, എന്തെങ്കിലും ഒരു മോളിക്യൂളിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആറ്റമൈസ് ചെയ്യുക. ആറ്റമൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ ബോണ്ടും ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആറ്റമായിട്ട് ഐസൊലേറ്റ് ചെയ്യുക. ഇൻഡിവിജ്വൽ ആറ്റമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് ടു ഇൻ വാട്ട് സ്റ്റേറ്റ്? ഗേഷ്യസ് സ്റ്റേറ്റ്. ആ ടൈമിൽ എത്രത്തോളം എനർജി ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഈ വാല്യൂ ജനറലി പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ളതാണ് അല്ലേ? ബോണ്ട് ബ്രേക്കിങ്ങിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എനർജി ആവശ്യമാണ്. ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യാൻ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനർജി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. സോ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ജനറലി പോസിറ്റീവ് ആയിരിക്കും. ജനറലി എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. എൻഡോതെർമിക് പ്രോസസ് ആയിരിക്കും ഇത്. ഇതാണ് ഹീറ്റ് ഓഫ് ആറ്റമൈസേഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് ഹൈഡ്രജനേഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ പഠിച്ചു. പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസും അതിൻ്റെ എൻതാൽപ്പിയും നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം 1 mole ഓഫ് സബ്സ്റ്റൻസ് ആയി നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന. ആറ്റമൈസേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈനൽ പ്രൊഡക്റ്റ്, ഈച്ച് ആൻഡ് എവറി ആറ്റം ഈസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ പോയിന്റുകളാണ്, പക്ഷെ അതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, കാരണം അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, എന്തായാലും മൂവിങ് ഫർദർ, ഇനിയുള്ള കാര്യം ഹീറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് കൺവേർട്ട് ആവുന്നു. ലിക്വിഡ് നിന്ന് സോളിഡ് ആവാം, സോളിഡ് നിന്ന് ലിക്വിഡ് ആവാം അല്ലേ? വേപ്പറൈസേഷൻ, മെൽറ്റിംഗ്, സബ്ലിമേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, ഫേസ് ചേഞ്ച് പ്രോസസ്സസ്. അപ്പോൾ ഈ ഫേസ് ചേഞ്ചിലും എനിക്ക് എന്ത് പറയാൻ പറ്റും? കുറച്ച് എനർജി ഇൻ്റർചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അല്ലേ? സോളിഡും ലിക്വിഡും വേപ്പറും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഐസിനെ നമുക്ക് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ ലിക്വിഡ് സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? ബൈ സപ്ലൈയിങ് ഹീറ്റ്, മെൽറ്റിംഗ് പ്രോസസ്സ് അല്ലേ? ഇതിനാണ് നമ്മൾ മെൽറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. മെൽറ്റിംഗ് എന്ന് പറയും, ചിലപ്പോൾ നമ്മൾ ഫ്യൂഷൻ എന്നും പറയാറുണ്ട്, രണ്ടും പറയാറുണ്ട്, മെൽറ്റിംഗ് ഓർ ഫ്യൂഷൻ. ഓക്കെ, പിന്നെ ഒരു സോളിഡിനെ ഡയറക്റ്റ് ആയിട്ട് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുന്നത്? സോളിഡ് ഡയറക്ട്ലി ഗെറ്റിംഗ് കൺവേർട്ടഡ് വേപ്പർ, അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത് അല്ലേ? സബ്ലിമേഷൻ. അതുപോലെ തന്നെ ലിക്വിഡ് വേപ്പർ ആവുന്ന പ്രോസസ് നമ്മൾ എന്താ പറയുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറയും അല്ലേ? വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയും. ഇവാപ്പറേഷൻ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഇവിടെ വേപ്പറൈസേഷൻ എന്നായിരിക്കും. ഞാൻ അതുകൊണ്ട് വേപ്പറൈസേഷൻ അവിടെ എഴുതുന്നത് കേട്ടോ. ലിക്വിഡ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു വേപ്പർ, വേപ്പറൈസേഷൻ. ഞാനിവിടെ വേപ്പറൈസേഷൻ എഴുതി. ഓക്കെ, അപ്പം ഫേസ് ചേഞ്ച്, അതിൽ എത്രത്തോളം ഹീറ്റ് ഇൻവോൾവ് ആവുന്നു എന്നതിനാണ് ഹീറ്റ് ഓഫ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയോ, നമ്മൾക്ക് ഒരു
സബ്സ്റ്റൻസ്, സബ്സ്റ്റൻസ് ശരിക്കും പറഞ്ഞാൽ അതെന്തോ ആയിക്കോട്ടെ, ഞാൻ വെറുതെ പി എന്ന് എഴുതാം. പീനെ 1 mol ഓഫ് പി ഉണ്ട് നമുക്ക്. ഈ 1 mol ഓഫ് പി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുകയാണ്. അപ്പോൾ അതെന്ത് പ്രോസസ്സാണ് സോളിഡ് ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്? മെൽറ്റിംഗ് അല്ലേ, മെൽറ്റിംഗ്. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് മെൽറ്റിംഗ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻതാൽപ്പി ഓഫ് മെൽറ്റിംഗ് ഓർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് 1 mol ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഫ്രം ദ സോളിഡ് ഫേസ് ടു ദ ലിക്വിഡ് ഫേസ് ഇൻ ദ സെയിം ടെമ്പറേച്ചർ അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിൽ സോളിഡ് നിന്ന് ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നു ഒരു സബ്സ്റ്റൻസ്, 1 mol ഓഫ് സബ്സ്റ്റൻസ്. അതിന് എത്രത്തോളം എനർജി ആവശ്യമാണ്, അതിനെയാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് മെൽറ്റിംഗ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. സിമിലർലി ഇപ്പോൾ അതേ വേറൊരു സബ്സ്റ്റൻസ് പി തന്നെ ഞാൻ ലിക്വിഡിൽ നിന്ന് എന്തായിട്ട് കൺവേർട്ട് ആവുകയാണ്? ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതിനെ നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 mol ഓഫ് പി ലിക്വിഡ് ഫേസിൽ നിന്ന് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം എനർജി ആവശ്യമാണ് എന്നതിനെയാണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അതും ഫോർ 1 mol. വെൻ 1 mol ഓഫ് പി ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു ദ ഗേഷ്യസ് സ്റ്റേറ്റ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്, the amount of energy interchanged is called what? Heat of vaporization. അതുപോലെ തന്നെ സബ്ലിമേഷൻ, സോളിഡ് നിന്ന് ഡയറക്റ്റ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു 1 mol ഓഫ് സബ്സ്റ്റൻസ് സോളിഡ് നിന്ന് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ഇൻ്റർചേഞ്ച് ആവുന്നു എന്നതിനാണ് നമ്മൾ ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഐഡിയ ഭയങ്കര സിമ്പിളാണ്. എന്താണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓർ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ? സംടൈം നമ്മളിത് ഡെൽറ്റ FUSH എന്ന് എഴുതാറുണ്ട്. എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, ഫ്യൂഷനും മെൽറ്റിങ്ങും സെയിം ആണ്. വെൻ 1 mol ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഫ്രം സോളിഡ് ഇൻ ടു ലിക്വിഡ് അറ്റ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചറിൽ 1 mol ഓഫ് സോളിഡ് ലിക്വിഡായിട്ട് കൺവേർട്ട് ആകുമ്പോൾ എത്രത്തോളം എനർജി ഇൻ്റർചേഞ്ച് ആവുന്നു എന്നതിനാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദേ 1 mol ഓഫ് വാട്ടർ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ആവുക. അപ്പോൾ ശരിക്കും നമുക്കറിയാം ഇവിടെ സോളിഡിൽ നിന്ന് ലിക്വിഡായിട്ട് കൺവേർട്ട് ആകുമ്പോൾ ഇത് എനർജി അബ്സോർബ് ചെയ്യും. ഇതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ്. ആ ടൈമിൽ എത്രത്തോളം എനർജി അബ്സോർബ് ആവുന്നു ഇതിനാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. സിമിലർലി എന്താണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ? When 1 mol of a particular liquid is getting converted into gas at its boiling point. 1 mol of gas liquid in a melting point, boiling point temperature condition liquid state in the vapor state like convert ആകുമ്പോൾ എത്രത്തോളം എനർജി ഇൻ്റർചേഞ്ച് ആവുന്നു എന്നതിനാണ് നമ്മൾ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. വെൻ 1 mol ഓഫ് ലിക്വിഡ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എത്രത്തോളം എനർജി ഇൻ്റർചേഞ്ച് ആവുന്നു അതാണ് നമ്മുടെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. നോക്കിയേ 1 mol ഓഫ് വാട്ടർ അറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് getting converted to the gaseous state at what condition? At boiling point condition. ആ ടെമ്പറേച്ചറിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. വെൻ 1 mol of a solid is getting converted into gaseous state at a particular temperature. അതിന് എത്രത്തോളം എനർജി ഇൻ്റർചേഞ്ച് ആവുന്നു അതിനാണ് നമ്മൾ ഹീറ്റ് ഓഫ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വാട്ടറിൻ്റെ കേസ് തന്നെ എടുക്കാം. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഏത് ടെമ്പറേച്ചറാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടെമ്പറേച്ചർ ജനറലി റൂം ടെമ്പറേച്ചർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഇഫ് ടെമ്പറേച്ചർ ഈസ് നോട്ട് മെൻഷൻഡ് വിത്ത് എനി പെർട്ടിക്കുലർ വാല്യൂ നമ്മൾ റൂം ടെമ്പറേച്ചറായിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ എൻതാൽപ്പി ഓഫ് ട്രാൻസ്ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ ഒന്ന് നോക്കണം, നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടോ, ക്വസ്റ്റ്യൻസ് വരാൻ പോവുകയാണ്. അതിനു മുന്നേ ലാസ്റ്റത്തെ കാര്യം, ബോണ്ട് ഡിസോസിയേഷൻ എനർജി. എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി? ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. 1 mol ഓഫ് ദാറ്റ് ടൈപ്പ് ഓഫ് ബോണ്ട്സ്, ഓക്കെ, അത് ബ്രേക്ക് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണ്, അതാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബോണ്ട് എനർജി എന്ന് പറയും, ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയും. ഇത് സെയിം കാര്യം തന്നെയാണ് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവണ്ട. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കാണണം. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യാനുള്ളത്. എന്നിട്ട് നമ്മൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യണം നമ്മൾ. അതെ, 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1 mol ഓഫ് HH ബോണ്ട്സ് ബ്രേക്ക് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണ് അതിനെയാണ് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് H എന്ന് പറയുന്നത്. HH, ഡെൽറ്റ H ഓഫ് HH. ഇപ്പോൾ HH എന്ന ബോണ്ട് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, അതുപോലത്തെ 1 mol ഓഫ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ
എത്രത്തോളം എനർജി ആവശ്യമാണ് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്, അതും ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ഡിസോസിയേറ്റ് 1 mole of gaseous bond into separate gaseous atom is called bond dissociation energy. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിലുള്ള റിയാക്ടൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും എല്ലാം ഗ്യാസസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് 1 mole ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്രത്തോളം എനർജി ആവശ്യമാണ്, അതാണ് നമ്മുടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട്. ഇവിടെ നമുക്കതുപോലെ ക്ലോറിൻ ഉണ്ട്. അപ്പം ഈ ക്ലോറിൻ ബോണ്ട്, അങ്ങനത്തെ 1 mole ഓഫ് ക്ലോറിൻ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എനർജി ആവശ്യമാണ്, അതാണ് നമ്മുടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ക്ലോറിൻ. അതുപോലെ തന്നെ നമുക്ക് HCl ബോണ്ട് കൺസിഡർ ചെയ്യാം. ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് 1 mole ഓഫ് HCl, നോക്കിയേ ഡെൽറ്റ എച്ച് ഓഫ് HCl. ഇതാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഇവിടെ നമുക്കൊരു കാര്യം നിങ്ങൾ അറിയാനുള്ളത്, ഒരു റിലേഷൻ ഉണ്ട് നിങ്ങൾക്ക് അറിയാനുള്ളത്, എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, summation of bond dissociation energy or bond energy of reactant minus summation of bond energy of products. Bond energy of all the reactant minus all bond energy of all the products is enthalpy of the reaction. ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ എവിടെയാണ് ആവശ്യം വരുന്നതെന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കാണിച്ചു തരാം അത് എവിടെയാണ് വരുന്നത് ആപ്ലിക്കേഷൻ ആയിട്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോയി. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, നിങ്ങൾക്ക് ലോസ് ഓഫ് തെർമോകെമിസ്ട്രി ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ വരുന്നു, ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ. അതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു ഇവിടെ, ലാവോസിയർ ആൻഡ് ലാപ്ലേസ് ലോ, അതുപോലെ തന്നെ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ദാറ്റ് കോമ്പൗണ്ട് വിത്ത് ഓപ്പോസിറ്റ് സൈൻ. ഇതെന്താന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കിയോ, ഈ എക്സാമ്പിൾ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാണ് ഫ്രം കാർബൺ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആണ്, സ്റ്റാൻഡേർഡ് അലോട്രോപിക് സ്റ്റേറ്റ് ആണ്. 1 mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് -94 കിലോ കാലറി എനർജി റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത്. -94 കിലോ കാലറി എനർജി റിക്വയർമെൻറ്റ് ഉണ്ട്. ഇതേ റിയാക്ഷൻ്റെ റിവേഴ്സ് റിയാക്ഷൻ എടുത്ത് നോക്കുക, അതായത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഡീകമ്പോസ് ആയിട്ട് കാർബണും ഓക്സിജനും ഫോം ചെയ്യുന്നു. കാർബൺ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഓക്സിജൻ ഈസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ റിയാക്ഷൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് അല്ലേ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ റിയാക്ഷൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ദ കോമ്പൗണ്ട്. ഓൺലി വൺ തിങ്, സൈൻ വിൽ ബി ഓപ്പോസിറ്റ്. കാരണം ഇവിടെ ഫോർമേഷൻ റിയാക്ഷൻ, അതിൻ്റെ റിവേഴ്സ് റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ. സോ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ജസ്റ്റ് സൈൻ ചേഞ്ച് മാത്രമായിരിക്കും. ഇതാണ് ലാവോസിയർ ആൻഡ് ലാപ്ലേസ് ലോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ, റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ചിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. അതാണ് ലാവോസിയർ ആൻഡ് ലാപ്ലേസ് ലോ. ഇനി രണ്ടാമത്തെ കാര്യം, ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. നിങ്ങളുടെ എക്സാമിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഹെസസ് ലോ. സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്, ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് നോക്കിയോ, ഇവിടെ നമുക്കൊരു പ്രോസസ്സ് ഉണ്ട്, എ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ഡി. ഇത് നമ്മുടെ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോസസ്സ്, അതായത് എ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ഡി. അപ്പോൾ ഇതിന് നമുക്ക് ഡെൽറ്റ എച്ച്, ഇതിൻ്റെ എനർജി ഇൻ്റർചേഞ്ച് എത്രയാണ്, ഡെൽറ്റ എച്ച് ആണ്. ഇനി നോക്കിയോ, ഇമാജിൻ ഈ പ്രോസസ്സ് നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റെപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകും. അതായത് ആദ്യം എ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ബി, ദെൻ ബി ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു സി, ദെൻ സി ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ഡി. അൾട്ടിമേറ്റ് പ്രോസസ്സ് എ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ഡി തന്നെയാണ്. അപ്പോൾ ഞാൻ പറയാം ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു, അതായത് എ ടു ഡി ആണ് നമ്മുടെ അൾട്ടിമേറ്റ് പ്രോസസ്സ്. അതിൻ്റെ എനർജി ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്. അത് നമ്മൾ 3 സബ് പാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, എ ടു ബി, ബി ടു സി, സി ടു ഡി. അപ്പോൾ ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എൻതാൽപ്പി ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റെപ്പ്. ഇവിടെ നമുക്ക് എന്താ എഴുതാൻ പറ്റും, ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എച്ച് 1 പ്ലസ് ഡെൽറ്റ എച്ച് 2 പ്ലസ് ഡെൽറ്റ എച്ച് 3. ഇതാണ് നമ്മുടെ ഹെസസ് ലോ. Heat exchange in a complete chemical reaction is always same whether the reaction completes in one step or multiple steps. ഒരു അൾട്ടിമേറ്റ് റിയാക്ഷൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്
ബാക്കിയുള്ള ഇൻഡിവിജ്വൽ സ്റ്റെപ്പിൻ്റെ ഒക്കെ സമ്മേഷനാണ്. ഇതിനെയാണ് നമ്മൾ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നറിയോ? എൻതാൽപ്പി എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അത് ഏത് പാത്തിൽ കൂടെ പോകുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. വിച്ച് എവർ ദ പാത്ത് ഇറ്റ് ഈസ്, ചേഞ്ച് ഇൻ എൻതാൽപ്പി വിൽ ബി സെയിം. അപ്പോൾ എ ടു ഡി ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ട് നടന്നാലും ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ സ്റ്റെപ്പായിട്ട് നടന്നാലും ഡെൽറ്റ എച്ച് മസ്റ്റ് ബി സെയിം. അപ്പോൾ ഡെൽറ്റ എച്ച് എ ടു ഡി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എച്ച് എ ടു ബി പ്ലസ് ബി ടു സി പ്ലസ് സി ടു ഡി. അതാണ് നമ്മുടെ ഹെസസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഇനി ഇത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇവിടെ നോക്കിയോ, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഹെസസ് ലോ മനസ്സിലാക്കാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ക്വസ്റ്റനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ എക്സാമിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോണേ. നോക്കിയോ, ഇവിടെ 3 റിയാക്ഷൻ തന്നിട്ടുണ്ട്. സി ഗ്രാഫൈറ്റ് പ്ലസ് ഓക്സിജൻ ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടാമത്തെ റിയാക്ഷൻ സി ഗ്രാഫൈറ്റ് പ്ലസ് ഹാഫ് ഔട്ട് ഗിവിംഗ് കാർബൺ മോണോക്സൈഡ്. മൂന്നാമത്തത് കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് ഔട്ട് ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇങ്ങനെ 3 റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആദ്യത്തേന് എക്സ് കിലോ ജൂൾ, രണ്ടാമത്തിന് വൈ, മൂന്നാമത്തിന് സെഡ് കിലോ ജൂൾ ആണ് എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. എന്നിട്ട് ചോദിച്ചേക്കാണ് എക്സും വൈയും സെഡും തമ്മിലുള്ള റിലേഷൻ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് വെച്ചേക്കുന്നത്. എക്സും വൈയും സെഡും തമ്മിലുള്ള റിലേഷൻ. ഇനി ഇവിടെ എക്സും വൈയും സെഡ് ആയിട്ട് തന്നേക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വാല്യൂസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ വരാം. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിയോ, ഇവിടെ നമുക്ക് 3 റിയാക്ഷൻ ഉണ്ട്. ഈ 3 റിയാക്ഷനും തമ്മിലൊരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എ റിയാക്ഷൻ, ബി റിയാക്ഷൻ, സി റിയാക്ഷൻ. ആദ്യം ഞാൻ ചെയ്യാൻ പോണത് എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. നോക്കിയേ, ഈ ബിയും സിയും കൂടെ ഞാനൊന്ന് കൂട്ടാൻ പോവാം. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് നോക്കിയോ, ബിയും സിയും കൂടെ ഒന്ന് കൂട്ടി എന്താ പറ്റുന്നതെന്ന് നോക്കിയോ, കാർബൺ പ്ലസ് കാർബൺ മോണോക്സൈഡ് ഹാഫ് O2 ടോട്ടൽ 1O2 is giving you carbon monoxide and carbon dioxide product side അല്ലേ. ഇപ്പം ഞാൻ ഈ ബിയും സിയും ഒന്ന് കൂട്ടിയേ. ഈ കാർബൺ മോണോക്സൈഡ് 2 സൈഡിലുണ്ട്, ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതാം, കാർബൺ പ്ലസ് O2 is giving you CO2. ഇതല്ലേ നമ്മുടെ ആദ്യത്തെ റിയാക്ഷൻ. നോക്കിയേ, ആദ്യത്തെ റിയാക്ഷൻ അത് തന്നെയല്ലേ. അപ്പോൾ എനിക്കൊരു റിലേഷൻ കിട്ടി. ബിയും സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എ കിട്ടും. ഓക്കെ, ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെ റിയാക്ഷൻ തമ്മിൽ ഒരു റിലേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഡെൽറ്റ എച്ച് ഓഫ് ബി പ്ലസ് ഡെൽറ്റ എച്ച് ഓഫ് സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഓഫ് എ. ഇതാണ് നമ്മുടെ ഹെസസ് ലോ തന്നെ. എ എന്ന് പറഞ്ഞ സിംഗിൾ സ്റ്റെപ്പിൽ കൺവേർട്ടായി. കാർബൺ ഡയറക്ട്ലി ഗോട്ട് കൺവേർട്ട് ടു കാർബൺ ഡൈ ഓക്സൈഡ്. ബിയിൽ കാർബൺ ആദ്യം കാർബൺ മോണോക്സൈഡ് ആയി, പിന്നെ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയി. ഇത് 2 സ്റ്റെപ്പിൽ നടന്നു എന്നേ ഉള്ളൂ. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഫോർ ദ ഹോൾ പ്രോസസ്. ഡെൽറ്റ എച്ച് ഓഫ് ബി പ്ലസ് സി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഓഫ് എ. ബി എത്രയാണ്? ബി റിയാക്ഷൻ്റെ ഡെൽറ്റ എച്ച് വൈ, സി റിയാക്ഷൻ ഇത് സെഡ്. അപ്പോൾ വൈ പ്ലസ് സെഡ് വിൽ ബി ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മുടെ റിലേഷൻ. ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ 3 റിയാക്ഷനോ 4 റിയാക്ഷനോ എത്രത്തോളം റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു, അത് കുഴപ്പമില്ല. നമ്മൾ ആദ്യം റിയാക്ഷൻ തമ്മിലൊരു റിലേഷൻ കണ്ടുപിടിക്കണം. അത് ഇറ്റ് കംസ് വിത്ത് പ്രാക്ടീസ്. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ആ ഒരു കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷൻസ് തമ്മിലൊരു റിലേഷൻസ് ബിൽഡ് ചെയ്യുക. എന്നിട്ട് ആ റിലേഷൻസിൽ ഞാൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡെൽറ്റ എച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതേപോലെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സി തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സെയിം കാര്യം തന്നെ തന്നേക്കുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ ഈ സമ്മേഷൻ ഓഫ് 2 and 3. സോ എക്സ് വിൽ ബി ഈക്വൽ ടു വൈ പ്ലസ് സെഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എൻതാൽപ്പി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ 4H is giving you 2H2. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് 4 ഹൈഡ്രജൻ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു 2H2. ഇതിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് എത്രയെന്ന് പറയുന്നത് -869.6 കിലോ ജൂൾ. ഇതൊരു 2011 APMT ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ, ദ ഡിസോസിയേഷൻ എനർജി ഓഫ് HH ബോണ്ട്. HH ബോണ്ടിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം നമുക്ക്. നോക്കിയോ, ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2-നെ 2H ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അതിനെയല്ലേ നമ്മൾ എന്ത് പറയുന്നത്, ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത്.
ഈ റിയാക്ഷൻ്റെ കറസ്പോണ്ടിങ് എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ. H2 breaking down to 2 hydrogen atoms and everything in gaseous state. ഇവിടെ തന്നേക്കുന്നത് നമുക്ക് വേണ്ട റിയാക്ഷൻ്റെ റിവേഴ്സ് റിയാക്ഷനും ഡബിളും ആണ്. നോക്കിയേ, 4 ഹൈഡ്രജൻ ഗിവിങ് 2 ഹൈഡ്രജൻ അങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയോ, നമുക്ക് തന്നിരിക്കുന്ന ഈ റിയാക്ഷൻ ഞാൻ റിവേഴ്സ് ചെയ്യാൻ പോവാം. അപ്പോൾ 2 ഹൈഡ്രജൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ഈസ് ഗിവിങ് യു 4 ഹൈഡ്രജൻ ആറ്റം ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. നമ്മൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്യണം. പ്ലസ് 869.6. റിയാക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്ലസ് 869 ആയി. നമുക്ക് വേണ്ടത് 2 H2 അല്ല, 1 H2 ആണ്. 2 H2 ഗിവിങ് 4 ഹൈഡ്രജൻ 869.6 കിലോ ജൂൾ. അപ്പോൾ 1 H2 ആണെങ്കിലോ ഗിവിങ് 2 ഹൈഡ്രജൻ. അപ്പോൾ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഇവിടെ 2 മോൾ ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 869. ഇവിടെ നമുക്ക് 1 മോൾ ഹൈഡ്രജൻ ആണ് നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 1 ഹൈഡ്രജൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയായി? ഇത് മൊത്തത്തോടെ ഉള്ളത് 2 മോളിനാണ്. 1 മോൾ എന്ന് പറയുമ്പോൾ ഡെൽറ്റ എച്ച് കറസ്പോണ്ടിംഗ്ലി വിൽ ബി പ്ലസ് 869.6 ഡിവൈഡഡ് ബൈ 2 കിലോ ജൂൾ. നമ്മുടെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു 400 സൈഡ്, 400 സംതിങ് 434.8 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അതും പോസിറ്റീവ് സൈൻ. സൈൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സൈൻ. മറക്കരുത്, കറക്റ്റ് സൈൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പോസിറ്റീവ് സൈനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 434.8 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. സെയിം തന്നെ, സെയിം കാര്യം തന്നെ. ആദ്യം നമ്മൾ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തു, അപ്പോൾ സൈൻ മാറി. 1 ഹൈഡ്രജൻ അതിൻ്റെ പകുതി. ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ. തെർമോഡൈനാമിക്സ് അങ്ങനെ പാടായിട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല വരുന്നത്. നോക്കിയേ, എക്സ് ഗിവിങ് എ ഡെൽറ്റ എച്ച് ഈക്വൽ ടു മൈനസ് ക്യൂ, ബി ഗിവിങ് എ ഡെൽറ്റ എച്ച് ഈക്വൽ ടു മൈനസ് Q2, ബി ഗിവിങ് വൈ ഡെൽറ്റ എച്ച് ഈക്വൽ ടു മൈനസ് Q3. എക്സ് ഗിവിങ് വൈ അതിൻ്റെ എൻതാൽപ്പി എത്രയാണെന്ന് ചോദിക്കുന്നത്. എക്സ് ഗിവിങ് വൈ. ഇവിടെ ആദ്യം നോക്കി എക്സ് എ ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത് നമ്മുടെ ഹെസ്സസ് ലോയിൻ്റെ ലോജിക്കാണ്. ഫസ്റ്റ് എക്സ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു എ, പിന്നെ എ ക്യാൻ കൺവേർട്ടഡ് ടു ബി, ദെൻ ബി ഗെറ്റ് കൺവേർട്ടഡ് ബാക്ക് ടു വൈ. ഇതാണ് നമ്മുടെ ഐഡിയ. നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ഞാൻ ഈ റിലേഷൻ എഴുതി. ഇവിടെ ഈ ഡെൽറ്റ എച്ച് എത്രയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. എക്സ് എ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ അപ്പോൾ ഞാൻ അതിനെ ഡെൽറ്റ H1 എഴുതി. ഡെൽറ്റ H1, ഇത് ഡെൽറ്റ H2, ഇത് ഡെൽറ്റ H3. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എച്ച് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2 പ്ലസ് ഡെൽറ്റ H3. ഏത് റിലേഷൻ? നമ്മുടെ ഹെസ്സസ് ലോ തന്നെ. ഇനി ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡെൽറ്റ H1 തന്നിട്ടുണ്ട്. എക്സ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു എ മൈനസ് Q1, ബി ടു എ മൈനസ് Q2. പക്ഷേ നമുക്ക് എ ടു ബി ആ വേണ്ടേ. ബി ടു എ മൈനസ് Q2 ആണെങ്കിൽ എ ടു ബി എന്തായിരിക്കും? പ്ലസ് Q2 ആയിരിക്കും. സൈൻ ചേഞ്ച് ചെയ്യണം. എ ടു ബി എന്ന് പറയുന്നത് റിവേഴ്സ് ഓഫ് ബി ടു എ. അപ്പോൾ സൈൻ ഇൻവേർട്ട് ചെയ്താൽ മതി. പ്ലസ് Q2. പിന്നെ ബി ടു വൈ തന്നിട്ടുണ്ട് മൈനസ് Q3. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് Q1 പ്ലസ് Q2 പ്ലസ് മൈനസ് Q3. എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് നോക്കിയേ. Q2 മൈനസ് Q1 മൈനസ് Q3. Q2 മൈനസ് Q3 മൈനസ് Q1. ആൻസർ ഈസ് ഗോൺ ബി ബി ഹിയർ. ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്തുനിന്ന് റിലേഷൻ ബിൽഡ് ചെയ്യാൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെസ്സസ് ലോയും ബാക്കിയുള്ള ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു നേക്ക് കിട്ടിയാൽ മതി. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെസ്സസ് ലോ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കാണ്. എക്സ് ഗിവിംഗ് വൈയുടെ ഡെൽറ്റ എച്ച് അറിയണം. നമുക്ക് 3 വാല്യൂസ് ഇൻഡിവിജ്വലി തന്നിട്ടുണ്ട്. നമ്മുടെ റിലേഷൻ മേക്ക് ചെയ്യുന്നു, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് ബോണ്ട് എനർജീൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ബോണ്ട് എനർജീസും തന്നിട്ടുണ്ട്. എന്നിട്ട് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ എച്ച് ഓഫ് ദ റിയാക്ഷൻ വിൽ ബി ഈക്വൽ ടു bond energy of all the reactants minus bond energy of all the product. ആ റിലേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് ഞാൻ തരുവാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനിന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ മാക്സിമം തെർമോ കെമിസ്ട്രിയുടെ എല്ലാ ഐഡിയാസും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ.
അത് നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാണ് ആ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ. എന്തായാലും തെർമോ കെമിസ്ട്രിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹെസസ് ലോ എന്നാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തൊക്കെ ഹെസസ് ലോവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ എവിടെ പോയി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് റെഫറൻസ് ബുക്ക് എടുക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് തെർമോ കെമിസ്ട്രിയിൽ ഹെസസ് ലോ ആണ്. കുറേ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെസസ് ലോവിനെ ബേസ് ചെയ്തിട്ടുള്ള. എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹെസസ് ലോ. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ തെർമോ കെമിസ്ട്രിയിൽ മാക്സിമം ഐഡിയാസൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പം നമ്മൾ ഇന്നത്തെ പ്ലാൻ എല്ലാം കവർ ചെയ്തു, എല്ലാ കാര്യങ്ങളും. ഇന്നത്തോടെ നമ്മൾ തെർമോ ഡൈനാമിക്സ് ആൻഡ് തെർമോ കെമിസ്ട്രി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു. എന്തായാലും ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. കാരണം ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിയിൽ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കാരണം അവരും ആലോചിക്കുന്നുണ്ടോ സാർ എന്താണ് ഹെസസ് ലോ, എങ്ങനെയാണ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ 1-2 എക്സാമ്പിളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്കും ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം. സോ മക്കളെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ നോട്ട്സും കൂടുതൽ ക്വസ്റ്റ്യൻസും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനലിൽ ഇനി ആരെങ്കിലും മെമ്പർ അല്ലെങ്കിൽ ഞാനിവിടെ QR കോഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കാൻ ചെയ്യാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. എന്തായാലും മക്കളെ, ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്, സാർ നമ്മൾ എന്നാണ് ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12th ഓർഗാനിക് ഹാലോ ആൽക്കൈൻ ഹാലോ വരിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലാസ്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പറായിട്ട് ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കാണാം. അത് മിക്കവാറും ലൈവ് തന്നെയായിരിക്കും, നമ്മൾ ഫുൾ ഓൺ ഫുൾ പവർ ആക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ, പാക്കലാം.